ഹായ് ഓൾ, വയലിൽ ക്യാപിറ്റലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇമ്പോർട്ടൻസും അതിൽ നിങ്ങൾ ഓരോരുത്തരും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുമായിരുന്നു. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ന്യൂ ഫണ്ട് ഓഫറിൻ്റെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിനെ പറ്റിയിട്ടാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ IPO എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പുതിയ ഫണ്ട് ജനിക്കുന്നതിനെയാണ് നമ്മൾ NFO അഥവാ ന്യൂ ഫണ്ട് ഓഫർ എന്ന് പറയുന്നത്. ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് 15 മാസങ്ങൾക്ക് ശേഷം ഒരു NFO ആയി വീണ്ടും വരികയാണ്. അതായത് എനർജി ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള NFO. ജൂലൈ 2 മുതൽ ജൂലൈ 16 തീയതി വരെയാണ് ഈ NFOയുടെ സമയം. ഈ കാലയളവിൽ നിങ്ങൾക്ക് 10 രൂപയ്ക്ക് ഈ ഫണ്ട് വാങ്ങിക്കാവുന്നതാണ്. ലംസം ഇൻവെസ്റ്റ്മെൻറ്റിൽ 5000 രൂപ മുതലും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ 1000 രൂപ മുതലും നിങ്ങൾക്ക് ഈ ഒരു ഫണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ട് എനർജി? 2-3 കാരണങ്ങൾ ഞാൻ പറയാം. അതായത് ഇന്ത്യ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വളരുന്ന ഒരു എക്കോണമിയാണ് ഇന്ന്. സോ ഒബ്വിയസ്ലി ഇന്ത്യയുടെ പെർ ക്യാപിറ്റ എനർജി കൺസംഷൻ ഓരോ മാസം കൂടുമ്പോഴും ഓരോ വർഷം കൂടുമ്പോഴും ഇനി കൂടി വരാനുള്ള എല്ലാ പോസിബിലിറ്റിയാണ് നമ്മൾക്ക് മുന്നിലുള്ളത്. രണ്ടാമത്തെ കാര്യം, എനർജി ഇൻഡെക്സ് PE, അതായത് നിഫ്റ്റിയിലുള്ള എനർജി ഇൻഡെക്സ് PE 13.5% മാത്രമാണ്. അതേസമയം നിഫ്റ്റിയുടെ ഓവറോൾ PE 22 മുകളിലാണ്. അപ്പോൾ കട്ടിംഗ് ദ ലോങ് സ്റ്റോറി ഷോർട്ട്, എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിഫ്റ്റി ഇൻഡെക്സിലെ എനർജി PE വളരെ അണ്ടർ വാല്യൂഡ് ആണ്. അതായത് ഇനി അങ്ങോട്ടും എന്താ പറയുക, വളർച്ച കൂടുതൽ ത്വരിതഗതിയിലാവാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഈ ഒരു ഇൻഡെക്സിൽ ഉള്ളതാണ് ഇപ്പോൾ. സോ ഒബ്വിയസ്ലി ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് ഓരോരുത്തർക്കും വളരെ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറും ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറും വളരെ നല്ല രീതിയിൽ ബൂം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ 2 സെക്ടറിനും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ് എനർജി എന്ന് പറയുന്നത്. സോ ഉറപ്പായിട്ടും ഈ ഇത്രയും പോസിബിലിറ്റി ഉള്ള ഒരു NFO ആണിത്. നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു NFO കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റാണ് എനിക്കുള്ളത്. ഇനി കഴിഞ്ഞ 3 NFO, ICICI പ്രൊഡൻഷ്യലിൻ്റെ കഴിഞ്ഞ 3 NFO എങ്ങനെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇതുവരെയുള്ളൊരു ഒരു പെർഫോമൻസ് സമ്മറിയാണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്നത്. അതായത് 2022 ഏപ്രിൽ 18-ന് 10 രൂപയ്ക്ക് ഇറങ്ങിയ IPRO ഹൗസിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഇന്ന് 23.6% ആവറേജ് ഇയർലി റിട്ടേൺസ് കൊടുത്തുകൊണ്ട് വരികയാണ്. 2022 സെപ്റ്റംബർ 12 തീയതി ഇറങ്ങിയ IPRO PSU ഇക്വിറ്റി ഫണ്ട് ഓൺ ആൻ ആവറേജ് 52.4% ആവറേജ് റിട്ടേൺസ് കൊടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഏറ്റവും അവസാനം ഇറങ്ങിയ IPRO ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ഫണ്ട് 39.2% റിട്ടേൺസ് കൊടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒബ്വിയസ്ലി ഈ ഒരു ഫണ്ടും അടുത്തൊരു ലോങ് ടേം പ്രോസ്പെക്റ്റീവിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു 20 മുതൽ 25% വരെ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ ഈ പറയുന്നത്, നമ്മൾക്ക് ഏറ്റവും ചുരുങ്ങിയ റിട്ടേൺസ് തരാനുള്ള എല്ലാ പോസിബിലിറ്റി ഉള്ളൊരു ഫണ്ടാണ്. സോ ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ഗോഡ് ബ്ലസ് ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്.